അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപോലെയാ. ചില കാര്യത്തില് ആൺകുട്ടികളെക്കാളും നല്ലത് പെൺകുട്ടികളാ. അതെന്താ? ഭാര്യമാരുടെ വാക്ക് കേട്ട് ചില ആൺമക്കൾ ചെയ്യുന്നത് പോലെ എല്ലാ പെൺമക്കളും അവരുടെ അച്ഛനമ്മമാരെ വയസ്സുകാലത്ത് വഴിയിൽ ഇറക്കി വിടില്ല. അത് ശരി. അപ്പൊ അത്രയൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുവല്ലേ? ആണും പെണ്ണും സ്നേഹിക്കുമ്പോ പ്രേമത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കൂ. കാരണം അവരുടെ ഇടയിൽ മറ്റൊന്നുമില്ല, ആരുമില്ല, അവര് മാത്രമേ ഉള്ളൂ. എന്നാൽ കല്യാണം കഴിച്ചു കഴിയുമ്പോഴോ അവരുടെ ഇടയിൽ ഒരുപാട് ബന്ധുക്കളുണ്ടാവും, അച്ഛനമ്മമാരുണ്ടാവും. ജീവിതത്തിന്റെ റിയാലിറ്റി കുറച്ചുകൂടി മനസ്സിലാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ അവർക്ക് മക്കളുണ്ടാവും. പിന്നെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അവരെ വളർത്തുന്നത്, പഠിപ്പിക്കുന്നത്, അവരുടെ കല്യാണം, അതൊക്കെ സ്വപ്നം കാണും. പിന്നെ വയസ്സുകാലത്ത് മക്കളെല്ലാം ഒരു നിലയിലായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീടിന്റെ ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും. ആ സമയത്താണ് അച്ഛനമ്മമാര് മക്കൾക്കൊരു ബാധ്യതയായിട്ട് മാറുന്നത്. എന്റെ പൊന്നെ, എനിക്കിതൊന്നും കേക്കണ്ടായേ. നമ്മുടെ മക്കള് നമ്മളോട് അങ്ങനെ ഒന്നും ചെയ്യില്ല. അവര് നമ്മള് നല്ലതുപോലെ സ്നേഹിച്ചു വളർത്തും. നമ്മൾ സ്നേഹിച്ച പലതിനോടും പലപ്പോഴും നീതി കാണിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അത് സാഹചര്യങ്ങൾ കൊണ്ടാ. നിന്റെ കല്യാണത്തെക്കുറിച്ച് തന്നെ നിന്റെ അച്ഛൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു കാണും. പക്ഷേ അത് സാധിച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞോ? അതാ ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങൾ മനുഷ്യനെ വല്ലാതെ മാറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മനുഷ്യരാക്കി വളർത്താൻ നമുക്ക് ശ്രമിക്കാം. അതിനൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മാമ്പഴ ജ്യൂസ് നല്ലതാ. ഞാൻ പോയി ഇത് ജ്യൂസ് അടിച്ചോണ്ട് വരാം. കുറച്ചുകൂടെ മധുരം ഇട്ടേക്കണേ. വേണ്ട വേണ്ട, ഇത് നല്ല മധുരമുള്ള മാമ്പഴം. ഇനി ഇതിനകത്ത് കൂടുതൽ മധുരം ചേർക്കണ്ട. ഞാനിപ്പോ വരാം. ഒരു മാങ്ങോട്ട് എടുത്ത് മുറിക്കാം. എന്താ ഇത്? ധനുഷ് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ പോരെ, ഞങ്ങൾ ഇവിടെ ആരെങ്കിലും ഒക്കെ എടുത്തു തരില്ലേ? മാമ്പഴം മുറിച്ചു കൊടുത്തപ്പോ സ്നേഹിക്ക് ജ്യൂസ് വേണം. അപ്പൊ പിന്നെ ഒരു മാങ്ങോട് എടുത്ത് ചെത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ആണുങ്ങൾക്കും ഇതൊക്കെ അറിയാം. അതൊക്കെ ശരി തന്നെയാ. എന്നാലും ഒരെന്നാലും ഇല്ല. ഇതിനൊക്കെ വേറൊരു വശം കൂടിയുണ്ട്. ചില ഭാര്യമാർക്കേ ഭർത്താക്കന്മാർ അടുക്കളയിൽ കയറി എന്തുണ്ടാക്കി കൊടുത്താലും അത് വലിയ സ്വാദാ. പ്രത്യേകിച്ച് ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. എന്തായാലും സ്നേഹയുടെ ഭാഗ്യം. ധനുഷന് ഇതിനൊക്കെയുള്ള മനസ്സുണ്ടല്ലോ. എല്ലാവരും എതിർത്തിട്ടും എന്റെ കൂടെ ഇറങ്ങി വന്നോളല്ലേ സ്നേഹ.
അപ്പൊ പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവളുടെ സന്തോഷമല്ലേ ഞാൻ നോക്കേണ്ടത്. ഉം. ഇപ്പൊ ഞങ്ങൾക്കൊരു കുഞ്ഞു വരാൻ പോവാ. ഈ ഗർഭകാലത്ത് അവളെ ഒരു രാജകുമാരിയെ പോലെ നോക്കണമെന്നാ എന്റെ ആഗ്രഹം. അവളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്ന് അവൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അങ്ങനെ. എന്താ ഒരു ഒലിപ്പീര്, ഭാര്യയോടുള്ള സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകല്ലേ. ഇത് നിന്റെ അവസാനത്തെ ഒലിപ്പീര. അവളുടെ ഗർഭം ഇന്നത്തോടെ തീരും. ദേ അതിങ്ങിതാ, ഞാൻ ജ്യൂസ് റെഡിയാക്കാം. വേണ്ട വേണ്ട, എന്തായാലും ഈ ജ്യൂസ് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ബാക്കി ഉണ്ടെങ്കിലേ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഓ ശരി. ശരി. ഹലോ ഹലോ, ആരാ? ഓ മനസ്സിലായി മനസ്സിലായി. ഞാൻ ആ ഫയൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഇത് തന്നെ അവസരം. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല. അവൻ്റെ ഒരു മാംഗോ ജ്യൂസ്. നിന്നെ കൊണ്ട് തന്നെ നിന്റെ ഭാര്യയുടെ പ്രഗ്നൻസി ഇല്ലാതാക്കിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തതാ. ഇപ്പം ഞാനത് നടത്താൻ പോവാ. കുറച്ച് കൂടുതലിരിക്കട്ടെ. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് പോലും കൊടുക്കരുത്. സ്വീറ്റ് കില്ലിംഗ്. കുഞ്ഞെ, ഈ ഭൂമിയിൽ വരാനുള്ള യോഗം നിനക്കില്ല. ഐ എം വെരി സോറി. നിന്റെ ആത്മാവിന് സുഖമായിരിക്കട്ടെ.
ഓ ദാ ജ്യൂസ്. ഇത് കൊള്ളാലോ. ഇത്ര ഇവിടുന്ന് ജ്യൂസ് ഉണ്ടാക്കിയോ? പിന്നെ ദാ കുടിച്ചു നോക്കിയേ. താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? താനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരും. ഇനി എന്താ വേണ്ടത്? ആ, ഓരോന്ന് 1 by 1 ആയിട്ട് പറയാം. ആ സമയം കിടക്കല്ലേ? എന്താ താൻ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു, ഏത് തരത്തിലുള്ള ജ്യൂസ് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ആ എന്നാ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ട് ഇങ്ങനൊരു ജ്യൂസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ അത് സൂപ്പറാ. എനിക്ക് എന്ത് വേണേലും ധനുഷ് ഉണ്ടാക്കി തരില്ലേ? ആ അത് ഈ പ്രഗ്നൻസി കഴിയുമ്പോഴേക്കും മിക്കവാറും മാറും. എങ്ങനെ മാറാ? പിന്നെ ജോലി കൂടുമല്ലേ? കുഞ്ഞിന് തുണി അലക്കണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, പിന്നെ എന്റെ ഡ്രസ്സൊക്കെ കഴുകി തരണം. ധനുഷിന് ഒട്ടും ഫ്രീ ആവില്ല. അപ്പൊ നീ എന്നെ ശരിക്കും ജോലിക്കാരനാക്കിയോ? ആ, ധനുഷിനെ ഞാൻ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിയമിച്ചു. എപ്പോ? ദേ ഇപ്പോ. എന്താ എന്തു പറ്റി? വയറിനൊരു വേദന പോലെ. എന്താ? എന്താ എന്താ? ധനുഷിക്ക് ഭയങ്കര വേദന. അച്ഛാ, ആതിരേ, ഓടി വാ. എന്താ? അയ്യോ, എന്തുപറ്റി? വയറ് വല്ലാത്ത വേദന കിട്ടി. അയ്യോ, എനിക്ക് തീരെ വയ്യ. അയ്യോ, മോളെ, നിനക്ക് എന്താ പറ്റിയത്? ധനുഷേ, വണ്ടി ഇറക്ക്. വേഗം ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ വണ്ടി എടുക്കാം. വണ്ടി മോളെ, വേഗം എടുക്ക്. വേഗം വേഗം വാ. ധനുഷ്, അയ്യോ അയ്യോ. അച്ഛാ, അച്ഛനും കേറ്. എന്റെ ദേവി, എല്ലാം ഭംഗിയാക്കി തരണേ. പ്രദക്ഷിണം വെച്ചിട്ട് തുലാഭാരം തൂക്കുന്നിടത്തേക്ക് ചെന്നോളൂ. ശരി തിരുമേനി. ആ, നടക്ക്. നടക്കും മക്കളെ. വാ മാഷേ. ഈ അർച്ചനേട്ടത്തി എന്താ ഫോൺ എടുക്കാത്തത്? അമ്പലത്തിലാണെന്ന് കരുതി ഫോൺ എടുക്കുന്നതിനെന്താ?
അനങ്ങുന്നില്ലല്ലോ. എന്റെ ദേവി, ഇതാകെ പുലിവാലായല്ലോ. ഇനി തുലാഭാരം കഴിഞ്ഞു കാണില്ലേ? തുലാഭാരം തൂക്കേണ്ട ആൾ കുട്ടിയല്ലേ? ആ ഞാനോ? എങ്കിൽ കുട്ടി ആ തട്ടിലേക്ക് കയറിയിരുന്നോളൂ. ഇരിക്കല്ലേ ചെല്ലണ്ട. നാളികേരം തട്ടിലേക്ക് എടുത്ത് വെച്ചോളൂ. പ്രാർത്ഥിച്ചോളൂ, സകല ദോഷങ്ങളും മാറും. പറ്റിയോ? എന്റെ ദേവി, അപശകുനമാണല്ലോ കാണുന്നത്. ഈ കാലത്തിനിടയ്ക്ക് ഇത് ആദ്യമായിട്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്. തടസ്സങ്ങൾ ഇനിയും മാറാനുണ്ടല്ലോ കുട്ടി. ഇനി എന്താ ചെയ്യാ തിരുമേനി? എന്തായാലും ഇന്നിനി തുലാഭാരം തൂക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, ദോഷത്തിനുള്ള പരിഹാര കർമ്മങ്ങൾ ഇനിയും വേണ്ടിവരും. നല്ലൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ മോളെ. ഇത് അത്ര വലിയ കാര്യം നോക്കണ്ട. തുലാഭാരം തൂക്കുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നയാ. അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടി നടത്തി നോക്കാം.